شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, 30 രാവുകളിലെ 13ാമത്തെ രാവ് മഹാനായ അബൂബക്കർ ബിൻ അബി ശൈബ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ് അൽ മുസന്നഫ്. കഴിഞ്ഞ ദിവസം നമ്മൾ അബ്ദുറസാഖ് സൻആനിയുടെ അൽ മുസന്നഫ് എന്ന ഹദീസ് ഗ്രന്ഥത്തെ സംബന്ധിച്ച് സംസാരിച്ചു. മുസന്നഫ് എന്ന കൃതികളുടെ പ്രത്യേകത കർമ്മശാസ്ത്ര വിഷയങ്ങൾക്ക് അടിസ്ഥാനമായി അധിഷ്ഠിതമായ രീതിയിൽ ഹദീസുകളെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾക്കാണ് അൽ മുസന്നഫ് എന്ന് പഴയ പണ്ഡിതന്മാർ നാമകരണം ചെയ്തു പോരാറുള്ളത്. പിൽക്കാലത്ത് അത് സുനനുകൾ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടു തുടങ്ങിയതും നമ്മൾ ചരിത്രത്തിൽ വായിച്ച ഓരോ ഹദീസുകളുടെ സവിശേഷതകളായി, ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതകളായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഈ മുസന്നഫ് ഇബ്നു അബി ഷൈബയുടെ മുസന്നഫ്, അബൂബക്കർ ബിൻ അബി ഷൈബയുടെ മുസന്നഫ് ഒരുപാട് കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ വിശ്വാസങ്ങൾക്ക് വേണ്ടിയുള്ളൊരു മഹാ ജിഹാദാണ് ഈ ഗ്രന്ഥം കൊണ്ട് അദ്ദേഹം നടത്തിയത് എന്നാണ് ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആരാണ് അബൂബക്കർ ബിൻ അബി ഷൈബ? എന്താണ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൻ്റെ പ്രത്യേകത? ആ മുസന്നഫിൽ നിന്ന് ഏകദേശം 37,000-ഓളം ഹദീസുകൾ ഉൾക്കൊള്ളുന്ന, റിവായത്തുകൾ ഉൾക്കൊള്ളുന്ന ആ മുസന്നഫിൽ നിന്ന് നമ്മളിന്ന് കേൾക്കുന്നത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസുമാണ്. അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. ഈ അബൂബക്കർ ബിൻ അബി ഷൈബ, അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബൂബക്കർ ആണ് അദ്ദേഹത്തിൻ്റെ കുനിയ. എന്നാൽ അബൂബക്കർ ബിൻ അബി ഷൈബ എന്നുള്ള പേരിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടത്. പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ നാമത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എടുത്തുദ്ധരിച്ചൊരു കാര്യമാണ് അബ്ദുല്ലാഹിബിന് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ഉസ്മാൻ അൽ അബ്സി അൽ കൂഫി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരതാണ്. കുഫക്കാരനാണ്. ആ പേരിൽ നിന്ന് മനസ്സിലാകും കുഫക്കാരനാണ്. കുഫയിലെ മഹാപണ്ഡിതന്മാരുടെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം വളർന്നത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ജനിച്ചത് ഹിജ്റ 159-ലാണ്. ഹിജ്റ 159 അദ്ദേഹം ജനിച്ചു. വലിയ പണ്ഡിത കുടുംബത്തിൽ, വലിയ പണ്ഡിതന്മാർ നിറയുന്ന കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാർ മുഹമ്മദ് ബിൻ അബി ഷൈബയും അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അബി ഷൈബയും മഹാമുഹദ്ദിസുകളായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ കൗതുകമുളവാക്കുന്ന ഒരു സംഭവമായി നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. അദ്ദേഹം അറിവ് തേടി ഒരുപാട് നാടുകളിലേക്ക് യാത്ര പോയി. ആദ്യം കൂഫയിലും ബസറയിലും മഹാപണ്ഡിതന്മാരുടെ സദസ്സുകളിൽ അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു. ബഗ്ദാദിൽ മഹാമുഹദ്ദിസുകളുടെ ദർസുകളിൽ അദ്ദേഹം നിലകൊണ്ടു. അത് കഴിഞ്ഞ് ഹിജാസിലേക്ക്, ഹിജാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മക്കയെയും മദീനയെയും പണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ പേരാണ് ഹിജാസ്. മക്കയിലും മദീനയിലും അദ്ദേഹം വിജ്ഞാനം തേടി ദീർഘയാത്രകൾ നടത്തിയതായി അദ്ദേഹത്തിൻ്റെ അറിവ് അന്വേഷിച്ചുള്ള യാത്രകളെ സംബന്ധിച്ച് വായിക്കുമ്പോൾ നമ്മൾ കേട്ടുപോകുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഹദീസ് ശേഖരണത്തിനായി അദ്ദേഹം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഒഴിഞ്ഞുവെച്ചിട്ടുണ്ട്. ആ കാര്യം ഒരുപാട് പിന്നീട് പിൽക്കാലത്ത് കടന്നു വന്ന മുഹദ്ദിസുകൾക്ക് ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരെ കുറിച്ച് പറയാം. സുഫിയാൻ ഇബ്നു ഉയൈന. കഴിഞ്ഞ ദിവസം നമ്മൾ അബ്ദുറസാഖ് സൻആനിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എടുത്തുദ്ധരിച്ച പേരാണ് സുഫിയാൻ സൗരിയും സുഫിയാൻ ഇബ്നു ഉയൈനയും. താബികളിലെ അഗ്രഗണ്യന്മാരായ ഈ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ഇബ്നു അബി ഷൈബക്കും അറിവ് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയ വലിയ സൗഭാഗ്യം. സുഫിയാൻ ഇബ്നു ഉയൈനയിൽ നിന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്യുന്നു. മാത്രവുമല്ല അബ്ദുല്ലാഹിബ്നു മുബാറക്കിൽ നിന്ന് അദ്ദേഹം ഹദീസുകൾ റിവായത്ത് ചെയ്യുന്നു. വഖീ ഇബ്നു ജറാഹ്, ഇമാം ഷാഫിയുടെ ഉസ്താദുമാരെ പറ്റി പറഞ്ഞപ്പോൾ ഈ നാമങ്ങൾ നമ്മളന്ന് വിശദീകരിച്ചതാണ്. യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താനും ഇസ്മായിൽ ഇബ്നു ഉലയ്യയുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട മഹാപണ്ഡിതന്മാരായ ഗുരുനാഥന്മാരായി നിലകൊണ്ടവരാണ്. ഇവരിൽ നിന്നൊക്കെ അദ്ദേഹം ഹദീസുകൾ റിവായത്ത് ചെയ്തു പോരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് പറയാം. ശിഷ്യന്മാർ കുത്തുബു സിത്തയിലെ ഇമാം തുർമുദി ഒഴികെ ബാക്കി എല്ലാവരും ഇബ്നു അബി ഷൈബയുടെ ശിഷ്യന്മാരാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് പറയുമ്പോൾ ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിലെ ഭൂരിഭാഗം ഹദീസുകളിലും അധിക ഹദീസുകളിലും അദ്ദേഹം തൻ്റെ ഗുരുനാഥനായ ഇബ്നു അബി ഷൈബയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകളായി നമുക്കതിനെ കാണാൻ കഴിയും. അപ്പോൾ സ്വഹീഹ് മുസ്ലിമിൽ ഏറ്റവും കൂടുതൽ ഇമാം മുസ്ലിം ഉപയോഗപ്പെടുത്തിയത് ഈ ഗുരുനാഥനെയാണ്.
ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് ഈ ഗുരുനാഥിൽ നിന്നാണ്. ഇനി ഇമാം മുസ്ലിം മാത്രമല്ല, ഇമാം അബൂദാവൂദ്, സുലൈമാൻ ഇബ്നു അശ്അസ് സിജിസ്താനി, അതുപോലെ തന്നെ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അപ്പോൾ ആ ശിഷ്യന്മാരുടെ ശ്രേണി തന്നെ ഇദ്ദേഹത്തിൻ്റെ മികവിനെയും അറിവിനെയും പാണ്ഡിത്യത്തെയും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കറകളഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം പേറിയ ഒരാൾ. ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ തന്നെ അഖീദക്ക് മാത്രമായി ഒരു കിതാബ്, ഒരു ബാബ്, ഒരു അധ്യായം, അതുപോലെ തന്നെ ഉപാധ്യായങ്ങൾ അദ്ദേഹം റെഡിയാക്കി വെച്ചതും തയ്യാറാക്കി വെച്ചതും ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയാണ്. ആ വിശ്വാസകാര്യങ്ങൾ അഖീദയെക്കുറിച്ചുള്ള പ്രത്യേക അധ്യായം തന്നെ നൽകി എന്നുള്ളത് ഈ അഖീദയുടെ വിഷയത്തിൽ അദ്ദേഹം കാണിച്ച സൂക്ഷ്മതയെ, കണിശതയെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഖുർആൻ സൃഷ്ടിയാണ്, ഖൽഖുൽ ഖുർആൻ സൃഷ്ടിയാണ് എന്നൊക്കെ വാദിച്ച് ഒരുപാട് പണ്ഡിതന്മാർ നിലകൊണ്ടിരുന്നു. അവർക്കൊക്കെ കൃത്യമായി വളരെ വ്യക്തമായി മറുപടി പറയുന്ന രൂപത്തിൽ ഹദീസുകളെ ക്രോഡീകരിച്ചവനാണ് മഹാനായ ഇബ്നു അബി ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി. മുഅ്തസിലിയാക്കൾക്കെതിരെ അന്നത്തെ ബുദ്ധിക്ക് സ്ഥാനം കൊടുത്ത്, ഇസ്ലാമിലെ പ്രമാണങ്ങളെക്കാളും ബുദ്ധിക്ക് സ്ഥാനം കൊടുത്ത ഒരു വിഭാഗം, ആ വിഭാഗത്തിന് മറുപടി പറയുന്ന രൂപത്തിലാണ് ഇദ്ദേഹം ഈ ഗ്രന്ഥങ്ങളെ ക്രോഡീകരിച്ചത്. കിതാബുൽ ഈമാനിൽ ഇദ്ദേഹം കൊണ്ടുവരുന്ന ഹദീസുകൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അൽ ഈമാനു ഖൗലുൻ വ അമലുൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് വാക്കുമാണ്, അത് പ്രവൃത്തിയുമാണ്. പ്രത്യേകിച്ച് ഈ അന്നത്തെ മുർജിയാക്കളും അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളും ഒക്കെ ഈ വാദത്തിനെതിരാണ്. പക്ഷെ അവർ ഗണ്ണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ നിരത്തിക്കൊണ്ട് അവരെ അങ്ങനത്തെ ബിദ്ഈ കക്ഷികളെ, പുത്തൻ വാദക്കാരെ ഇദ്ദേഹം മറുപടി പറഞ്ഞ് ഇരുത്തി കളയുന്നത് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അദ്ദേഹം ഹദീസിലെ വിശ്വസ്തനും സിഖ, അതുപോലെ തന്നെ വലിയ വിജ്ഞാനമുള്ളവനും ഫഖീഹ്, ഹാഫിൽ എന്നുള്ള പേരുകളിലൊക്കെ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബി ശൈബയെ സംബന്ധിച്ച് സംസാരിച്ചു പോകുന്നത് കാണാൻ കഴിയും. ഇമാം അബൂ സുറഅ അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മൾ പറഞ്ഞില്ലേ അഹ്മദ് ബിൻ ഹംബലിൻ്റെ മകൻ പറഞ്ഞല്ലോ അബ്ദുള്ള, ഞാൻ അബൂ സുറഅയെ കണ്ടപ്പോൾ പറഞ്ഞു നിൻ്റെ ബാപ്പ 10 ലക്ഷം ഹദീസുകൾ മനപ്പാടാക്കി എന്നാണ്. അബൂ സുറഅ 6 ലക്ഷത്തോളം ഹദീസുകൾ മനപ്പാടമാക്കിയ മഹാപണ്ഡിതനാണ്, മുഹദ്ദിസാൻ. ഇമാം അബൂ സുറ റാസി പറഞ്ഞൊരു വാക്ക്, ഹദീസുകൾ ഇത്രയധികം ഹൃദ്യസ്ഥമാക്കിയ ഒരാളെ, മറ്റൊരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അബൂബക്കർ ഇബ്നു അബി ശൈബയെ പറ്റി ഇത്രയുള്ള ഹദീസുകൾ, ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടാക്കി വെച്ച അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അവരെക്കാളും ഒരു പിടി മുന്നിലാണ് ഇബ്നു അബി ശൈബ എന്ന അബൂബക്കർ ഇബ്നു അബി ശൈബ എന്ന മഹാമുഹദ്ദിസ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം ഇബ്നു അബി ശൈബയുടെ വിജ്ഞാനത്തെയും സൂക്ഷ്മതയെയും സത്യസന്ധതയും വാനോളം പുകഴ്ത്തുന്ന വരികൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് അബൂബക്കർ ഇബ്നു അബി ശൈബ റഹിമഹുല്ല. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൃതി തന്നെ ശരിക്കും അഖീദയുടെ ഒരു വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം രചിച്ചെടുത്ത ഒരു ഗ്രന്ഥം പോലെ നമുക്ക് തോന്നിപ്പോകുന്നതാണ്. അന്നത്തെ പല ആളുകൾക്കും മറുപടി, ഇപ്പോൾ നമ്മളെ മദ്ഹബി വീക്ഷണങ്ങളിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി റഹിമഹുല്ലയുടെ പല വാദങ്ങൾക്കും മസ്അലകൾക്കും മറുപടിയായിട്ട് ഇദ്ദേഹം ഹദീസുകൾ ക്രോഡീകരിച്ചു ഈ ഗ്രന്ഥത്തിൽ. ഉദാഹരണത്തിന് റദ്ദു അല അബി ഹനീഫ, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എതിരെയുള്ള മറുപടികൾ എന്നുള്ള നിലക്ക് എഴുതിയ ഭാഗം, ഒരു അധ്യായത്തിൻ്റെ പേരതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹനഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഭൂരിഭാഗവും റഈന് പ്രാധാന്യം കൊടുത്തതാണ്. പലപ്പോഴും പല കർമ്മശാസ്ത്ര വിധികളും ഹുക്കുമുകളും പറയുമ്പോൾ അവിടെ തൻ്റേതായ അഭിപ്രായങ്ങൾക്ക് സ്ഥാനം കൊടുത്തത് കാണാൻ കഴിയും. അത്തരം കാര്യങ്ങൾ ശരിക്ക് സ്വഹീഹായ ഹദീസുകൾക്ക് വിരുദ്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം അതിന് മറുപടി പറയുന്ന രൂപത്തിലാണ് ഹദീസുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ചത്. പിന്നീട് ഈ ഒരു വാദത്തെ ഇബ്നു അബി ശൈബയെ റദ്ദ് ചെയ്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും അതിന് മറുപടി പറഞ്ഞുകൊണ്ടും ഹസനുൽ ബന്നയെ പോലുള്ള അതല്ലെങ്കിൽ ഹനഫി മദ്ഹബിലെ മുഹദ്ദിസുകളും അല്ലെങ്കിൽ മഹാപണ്ഡിതന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു ഒരു പക്ഷേ ഇമാം അബൂ ഹനീഫക്ക് കിട്ടാത്ത ഹദീസുകളായിരിക്കാം ഇബ്നു അബി ശൈബക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാദങ്ങളിൽ നല്ലൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ ആരോഗ്യപരമായ ഒരു ചർച്ച നടന്നതും ഈ വിഷയത്തിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഹദീസ് ഗ്രന്ഥത്തെ ക്രോഡീകരിച്ചപ്പോൾ, ഒരു ഹദീസുകളെ ക്രോഡീകരിക്കുന്ന ഒരു ഗ്രന്ഥം രചിച്ചപ്പോൾ അതിൽ വിശ്വാസപരമായും മറ്റു പുത്തനാചാരങ്ങളുമായും ഒക്കെ വ്യതിചലിച്ചു പോകുന്ന കക്ഷികൾക്ക് മറുപടി പറയുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളെ ക്രോഡീകരിച്ച് വെക്കാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ തൻ്റെ അടവും അദ്ദേഹത്തിൻ്റെ വിവരവും അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവുമാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ മുസന്നഫിനെ സംബന്ധിച്ച് പറയാം. അതിനു മുന്നേ ഇമാം ഇബ്നു അബി ശൈബയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം മരണപ്പെടുന്നത് കൂഫയിൽ വെച്ചാണ്.
കുഫയിൽ വെച്ച് ജനിച്ചു. കുഫയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഏകദേശം ഹിജറ 235 അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. ഒരു മുഹറം മാസത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. മരിക്കണ സമയത്ത് അദ്ദേഹത്തിന് 76ഓളം വയസ്സ് ഉണ്ടായിരുന്നു എന്നാണ്. റഹിമഹുല്ല ഇറാഖിലെ കൂഫ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം മറമാടപ്പെട്ടതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ലോക പ്രശസ്ത കൃതിയാണ് നമ്മളിന്ന് പറയുന്ന അൽ മുസന്നഫ്. മുസന്നഫ് എന്ന് മാത്രമല്ല അതിൻ്റെ പേര്, ആ ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അൽ കിതാബ് അൽ മുസന്നഫു ഫിൽ അഹാദീഥി വൽ ആസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അതുപോലെ തന്നെ സ്വഹാബികളുടെയും താബികളുടെയും വർത്തമാനങ്ങളിൽ അദ്ദേഹം ക്രോഡീകരിച്ചു വച്ച ഒരു ഗ്രന്ഥം, അതാണ് അൽ മുസന്നഫ് എന്ന പേര്. അതിൻ്റെ മുഴുവൻ പേര് അവിടെ പറഞ്ഞത് അൽ മുസന്നഫു ഫിൽ അഹാദീഥി വൽ ആസാർ. ആസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധരണികൾ എന്നൊക്കെ പറയാം. അത് സ്വഹാബികളുടെ വർത്തമാനങ്ങൾക്ക് പറയും, താബികളുടെ വർത്തമാനങ്ങൾക്കും പറയും. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിൽ മർഫൂ ആയ ഹദീസുകൾ മാത്രമല്ല, മർഫൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ട ഉദ്ധരണികൾ മാത്രമല്ല, മൗക്കൂഫായത് കാണാം. മൗക്കൂഫ് എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ വരെ എത്തുന്ന പരമ്പര, പിന്നെ സ്വഹാബികൾ പറഞ്ഞതായിരിക്കും അതിലുണ്ടാവുക. ഇതുപോലെ നബിയിലേക്ക് എത്താത്ത റിവായത്തുകൾ, അതേപോലെ തന്നെ താബികളിലേക്ക് എത്തുന്ന മഖ്തു ആയ ഹദീസുകൾ, മാ ഉളീഫ ഇലൻ നബിയിൽ മർഫൂഉ വമാ ഉളീഫ വമാ ലിത്താബിഇ ഹുവൽ മഖ്തൂഉ. മഖ്തു ആയ ഹദീസുകളും കാണാം. അതായത് പരമ്പര സ്വഹാബിയിലേക്ക് എത്തൂല, സ്വഹാബിയിലേക്ക് എത്തിയാലല്ല പിന്നെ നബിയിലേക്ക് എത്തുള്ളൂ. ഇത് സ്വഹാബിയുടെ എത്തുന്നതിന് മുന്നേ താബികളിൽ മുറിയും. അങ്ങനത്തെ മഖ്തു ആയ അസറുകളും ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം. ഏകദേശം 37,000-ഓളം വരുന്ന 37,953 എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. 37,000-ഓളം വരുന്ന റിവായത്തുകൾ, റിപ്പോർട്ടുകൾ ഇതിലുണ്ട്. അതിൽ മർഫു ആയ ഹദീസുകൾ അത്ര ഉണ്ടാവില്ല എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഗ്രന്ഥം രചിച്ചത് നമ്മൾ പറഞ്ഞു, രചിക്കാനുണ്ടായ കാലയളവ് എന്ന് പറയുന്നത് ഈ ഹിജറ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും, അതായത് ഹിജറ 190 മുതൽ 235 വരെയുള്ളൊരു കാലയളവ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം വരെയുള്ളൊരു കാലയളവിൽ അദ്ദേഹം കേട്ടതും മനസ്സിലാക്കിയതും മനപ്പാഠമാക്കിയതും ഉച്ചതുമായ ഹദീസുകളെ ക്രോഡീകരിക്കുകയാണ്. അപ്പോൾ ഇമാം സ്വഹീഹ് മുസ്ലിമും ഇമാം മുസ്ലിം സ്വഹീഹും അതുപോലെ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹും ഒക്കെ രചിക്കുന്ന എത്രയോ വർഷം മുന്നേ ഈ ഗ്രന്ഥം നിലവിലുണ്ടായിരുന്നു. ഇവരൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിയതും ഈ ഗ്രന്ഥമായിരുന്നു. പിന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത പറഞ്ഞില്ലേ, സ്വഹാബികളുടെ വാക്കുണ്ടാവും, താബികളുടെ വാക്കുണ്ടാവും. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ടാണ് അത് ഇതിൽ ഉൾക്കൊള്ളിച്ചത്? ഫുഖഹാക്കൾക്ക് ഒരു കർമ്മശാസ്ത്രപരമായ വിധി പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളോടൊപ്പം സ്വഹാബികളുടെ വർത്തമാനം കൂടി ഉണ്ടാകുമ്പോൾ വളരെ എളുപ്പമാണ്. താബികളുടെ വർത്തമാനം കൂടി അവരെങ്ങനെ അതിനെ മനസ്സിലാക്കി എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതുപോലത്തെ മുസന്നഫുകൾ ഉപയോഗപ്പെടുത്തിയത് കാണാൻ കഴിയും, മുസ്നദുകൾ ഉപയോഗപ്പെടുത്തിയത് കാണാൻ കഴിയും. അതായിരുന്നു ഈ മുസ്നദുകളുടെയും മുസന്നഫുകളുടെയും ആധുനിക കാലഘട്ടത്തിലും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും. സ്വഹീഹ് ബുഖാരി വന്നു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നില്ല. സ്വഹീഹ് മുസ്ലിം വന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കുതുബു സിത്ത മുഴുവൻ രചിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പൗരാണിക ഗ്രന്ഥങ്ങളുടെ മഹത്വമോ അതിൻ്റെ വെളിച്ചമോ ഒരിക്കലും എന്താവുന്നില്ല, കെട്ടടങ്ങുന്നില്ല. അത് എന്നും കാലാകാലം വരെ നിലനിൽക്കുന്നതാണ്. ഏതുപോലെ ഇമാം മാലിക്കിൻ്റെ മുവത്തയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ കുല്ലു മാ കാന ലില്ലാഹി യബ്ഖാ, അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളൊക്കെ, അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ, അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് ചെയ്യപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അതെന്നും നിലനിൽക്കുന്നതാണ്, സമൂഹത്തിന് ഉപകരിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ഉപകാരപ്രദമാക്കി തരുമാറാവട്ടെ. ഈ ഗ്രന്ഥം രചിക്കാനുണ്ടായ കാരണമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ പണ്ഡിതന്മാർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ നോമ്പുകൾ, വിവാഹങ്ങൾ, കച്ചവടങ്ങൾ തുടങ്ങുന്ന രൂപത്തിലുള്ള അധ്യായങ്ങളിലൊക്കെയുള്ള ഹദീസുകളെ, അഭിപ്രായങ്ങളെ പൂർവികരായ പണ്ഡിതന്മാർക്ക് നിലപാടുകൾ സ്വീകരിക്കുന്ന രൂപത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സമഗ്രമായ ഒരു കർമ്മശാസ്ത്ര മട്ടുമുള്ള ഒരു ഗ്രന്ഥമാണ് ഇമാം ഇബ്നു അബി ശൈബയുടെ ഈ ഗ്രന്ഥം എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും വളരെ സുന്ദരമായ, വളരെ കെട്ടും മട്ടും മാത്രമല്ല നല്ല സ്ട്രോങ് ആയ ശക്തമായ ഒരു കൃതിയാണ് ഈ ഒരു കൃതി എന്നുള്ളത് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു കൃതിയിൽ നിന്ന് ഒരു ഹദീസിനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാൻ. അബൂ സഈദ് അൽ ഖുദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ സുപരിചിതനായ ഒരു സ്വഹാബി എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത 7ഓളം ആളുകളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
അതിൽ 7ാമത്തെ ആളാൻ അബൂ സഈദ് അൽ ഖുദരി. 6ഓളം ആളുകൾ നമ്മൾ പറഞ്ഞു ഇതുവരെ കഴിഞ്ഞു അല്ലേ. അബൂ ഹുറൈറ മുതൽ ആയിഷ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തുടങ്ങി, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊക്കെ നമ്മൾ പറഞ്ഞു വിശദീകരിച്ചതാണ്. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ഏതാണ് ഹദീസ് എന്നുള്ളത് നമുക്ക് ആദ്യം വായിക്കാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസിൽ പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിച്ച ഇമാം തുർമുദിയും ഇമാം ഇബ്നു മാജയും ഇമാം അബൂ ദാവൂദും ഒക്കെ റിവായത്ത് ചെയ്തൊരു ഹദീസ്, അതാണ് ഇന്ന് ഈ മുസന്നഫിൽ നിന്നും നമ്മൾ എടുത്തുദ്ധരിക്കുന്നത്. കേട്ട് പരിചയമുള്ളൊരു ഹദീസ്. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത് പുണ്യമാണല്ലോ, സുന്നത്തായ കാര്യമാണല്ലോ. അതുമായി ബന്ധപ്പെട്ട കുറേ ഹദീസുകൾ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമുണ്ട്. ഇന്ന് നമ്മൾ വായിക്കുന്ന ഹദീസ് സുപരിചിതമായ ഒരു ഹദീസാണ്. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹദീസ്. അത് പുണ്യമുള്ള കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ പറഞ്ഞ അതിൽ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കണമെന്നൊക്കെ പറഞ്ഞ കുറേ ഹദീസുകൾ സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിമിൽ ഒക്കെ കാണും, നിറഞ്ഞു നിൽക്കുന്നത് കാണും. ഇന്ന് നമ്മൾ എടുത്തുദ്ധരിക്കുന്നത് ഇമാം ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ കിതാബുൽ ഫളാഇൽ എന്ന അധ്യായത്തിൽ ഫദ്ലു സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഉപാധ്യായത്തിൽ കൊണ്ടുവന്നൊരു ഹദീസാൻ. ഹദീസ് ഖാല ഹദ്ദസന ഹൗദത്ത് ബിൻ ഖലീഫ ഖാല ഹദ്ദസന ഔഫ് അൻ അബിൽ മിൻഹാൽ അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ. നമ്മളിന്ന് അബൂ സഈദ് അൽ ഖുദരിയെയാണ് വിശദീകരിക്കുക. എന്താണ് പറഞ്ഞത്? ഇവിടെ നബി പറഞ്ഞു എന്നല്ല, ഇവിടെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞത്. ഈ ഹദീസ് ഗ്രന്ഥത്തിൽ മൗഖൂഫ് ആയതുകൊണ്ട് സ്വഹാബിമാർ പറഞ്ഞ വർത്തമാനമുണ്ട്, ഇത് നബി പറഞ്ഞ വർത്തമാനം. അപ്പം നബി പറയാത്ത വർത്തമാനം ഹദീസാവോ? ഇൻഷാ അല്ലാഹ് അതിനെ പറ്റി നമുക്ക് വിശദീകരിക്കാം. നബി പറഞ്ഞതിനെയാണ് നമ്മൾ ഹദീസ് എന്ന് പറഞ്ഞാൽ മാ റവാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ അമലിൻ ഔ ഫിഅലിൻ മാ റവാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിഹി ഔ ഫിഅലിഹി ഔ തഖരീറിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ അല്ലേ ഒക്കെ അതിൽ നിന്ന് വന്ന സംഗതികൾ, ഔ നബിയുടെ സിഫത്ത് ഖൽഖിയയാകാം ഖുൽഖിയയാകാം, ഇതെല്ലാം ചേരുന്നതാണ് ഒരു ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഹദീസുകൾ പലപ്പോഴും അതിൻ്റെ കാറ്റഗറികളെ വിശദീകരിച്ചപ്പോൾ മർഫൂ ആയതുകൊണ്ട്, മൗഖൂഫ് ആയതുകൊണ്ട്, മഖ്തൂ ആയതുകൊണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തികളെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളെ സ്വഹാബികൾ അവരുടേതായ ശൈലികളിൽ വിശദീകരിക്കുമ്പോൾ സ്വഹാബിയിൽ വെച്ച് ആ വർത്തമാനം മുറിയും, ആ പരമ്പര മുറിയും. അപ്പോൾ അതിന് മൗഖൂഫ് എന്ന് പറയും. താബികളിൽ വെച്ച് മുറയപ്പെടുമ്പോൾ അതിന് മഖ്തൂ എന്നും പറയും. എന്നാൽ ഈ ഹദീസ് നമ്മളിപ്പോൾ ഇന്ന് വായിക്കാൻ പോകുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി തന്നെ വേറെയും ചില റിവായത്തുകളിൽ കാണാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ഹദീസിനെ മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ത്വരീഖുകൾ, അതിൻ്റെ വഴികൾ, അതിൻ്റെ പരമ്പരകളെ ചേർത്തു നോക്കണം. പരമ്പരകളെ ചേർത്ത് നോക്കി ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോരുത്തരും പറഞ്ഞ റിപ്പോർട്ടുകൾക്കനുസരിച്ച് വായിച്ചു നോക്കുമ്പോൾ ഒരു ഹദീസിൻ്റെ കൃത്യമായ ഒരു ചിത്രം, ഒരു പഠിതാവ് എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. അപ്പോൾ ഒരു ഹദീസിനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ത്വരീഖുകളെ ജംഅ ചെയ്യാത്തവൻ, പരമ്പരകളെ ശരിക്ക് ചേർത്ത് നോക്കി ഹദീസുകൾ വായിച്ചെടുക്കാത്തവൻ, ഒറ്റ ഭാഗത്ത് വെച്ച് ഹദീസുകളെ അതിന് ബാഹ്യമായി മാത്രം വായിച്ചു പോയവൻ, അവനക്കൊരു ഹദീസിനെ കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് അതൊരു ഉസൂലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരു ചെറിയ രൂപത്തിൽ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഭാഗം കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഹദീസ് വായിക്കാണ്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ, എപ്പോൾ? യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്കിടയിൽ അയാൾക്കും അദ്ദേഹത്തിൻ്റെ ജുമുഅകൾക്കുമിടയിൽ അള്ളാഹു പ്രകാശം സമ്മാനിക്കുമെന്നാണ്, പ്രകാശം അള്ളാഹു തീർക്കുമെന്നാണ്. ആരെങ്കിലും ജുമുഅ ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ 2 ജുമുഅകൾക്കിടയിലുള്ള സമയം അത്രയും അയാൾക്ക് അള്ളാഹു പ്രകാശം ചൊരിയുമെന്നാണ്, പ്രകാശമാക്കി തീർക്കുമെന്നാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബൂ സഈദ് അൽ ഖുദരി ഇങ്ങനെ ഒരു സംഭവം പറയണമെന്നുണ്ടെങ്കിൽ, ഒരു പ്രവർത്തനത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും പറയണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കേട്ടത് കൊണ്ടായണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിഞ്ഞതുകൊണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇതിനെ മർഫൂഉൻ ഹുക്മി എന്നുള്ള അർത്ഥത്തിൽ ഹുക്മ്, ഇതിൻ്റെ ഹുക്മ് റഫ്ഇൻ്റെ ഹുക്മാണ്. ഒരിക്കലും ചില ഹദീസുകളൊക്കെ വായിച്ചു പോരുമ്പോൾ സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ച് ഉമർ അള്ളാഹു പറഞ്ഞത് കേൾക്കാം. ഉമറിനെ എങ്ങനെ സ്വർഗവും നരകവും സംബന്ധിച്ച് മനസ്സിലാകുക? ഒരിക്കലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട് ഉമറിനെ കൊടുക്കൂല.
അപ്പം ഉമർ അള്ളഹാൻ അത് പറയുമ്പോൾ നബിയിൽ നിന്ന് കേട്ടതുകൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും ഉമറിൻ്റെതായ ശൈലിയിൽ പറയുന്നതാണ്. അതിന് മർഫൂഉൻ ഹുക്മി, പണ്ഡിതന്മാർ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ അതിന് ഒരു ഹുക്കുമ് പരമായി ഒരു റഫ് അതിന് നൽകും. നബിയിലേക്ക് എത്തുന്ന രൂപത്തിൽ അതിനൊരു ഹുക്കുമ് നൽകും, കാരണം നബിയിൽ നിന്ന് കേട്ടത് കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ വേറെയും ഇതിന് ഉപോത്ബലകമായി മറ്റു റിവായത്തുകളിൽ കാണാനും കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വഹീഹായ ഹദീസാൻ, നബിയുടെ വർത്തമാനമായിട്ട് തന്നെ, നബിയിൽ നിന്ന് പഠിച്ച ഒരു വർത്തമാനമായിട്ട് തന്നെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പോരുകയും ചെയ്തു. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ഹദീസ് സ്വഹീഹ് ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അതുപോലെ തന്നെ ഇതേ ഹദീസ് നമ്മളിപ്പോൾ പറഞ്ഞ 2 ജുമുകൾക്കിടയിൽ അള്ളാഹു പ്രകാശം തീർക്കുമെന്ന് പറഞ്ഞ റിവായത്ത് ഇമാം തുർമുദിയും ഇമാം അബൂദാവൂദും അവരുടെ സുനനുകളിലും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇനി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞിട്ട് ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേര് അബൂ സഈദ് എന്നൊക്കെ അതൊരു കുനിയത്ത് മാത്രാൻ. ഇപ്പോൾ അബൂ ഹുറൈറ കുനിയത്ത് മാത്രാൻ, മുഴുവൻ പേര് നമ്മളന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുനിയത്ത് മാത്രാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഴുവൻ പേര് നമ്മളന്ന് പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു അബി ഖുഹാഫ, നമ്മളന്ന് പേര് പറഞ്ഞതാണ് അബ്ദുള്ള എന്നാ പേര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അപ്പോൾ അതേപോലെ അബൂ സഈദ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരല്ല, പിൽക്കാലത്ത് വന്ന നാമകരണമാണ്, വിളിപ്പേരാൻ, കുനിയത്താൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ പേരിനെ സംബന്ധിച്ച് ഇമാം ദഹബിയും ഇബ്നു ഹജർ അസ്കലാനിയും ഒക്കെ അവരുടെ ഗ്രന്ഥത്തിൽ കുറിച്ച് കാണാം. ഇബ്നു ഹജർ അസ്കലാനിക്ക് സ്വഹാബിമാരെ പറ്റി മാത്രം ക്രോഡീകരിച്ച് വെച്ചൊരു ഗ്രന്ഥമുണ്ട്, അൽ ഇസാബ ഫി തമീസ് സഹാബ. സ്വഹാബികളെ പേരുകളും കുനിയകളും വെളിപ്പേരുകളും ലക്കബുകളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രന്ഥം നോക്കിയാൽ മതി, അൽ ഇസാബ ഫി തമീസ് സഹാബ. ഇമാം ദഹബി സിയർ അലാമിൻ നുബലായിൽ തന്നെ ആദ്യം സ്വഹാബിമാരെങ്ങനെ ക്രോഡീകരിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെ അബൂ സഈദിന്റെ പേര് എടുത്തുദ്ധരിച്ചത് സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖസറജി, മദീനക്കാരനാണ്, അൻസാരികളിൽപ്പെട്ട ഖസറജ് ഗോത്രത്തിൽപ്പെട്ട അറിയപ്പെട്ട ഒരു സഹാബിയാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ശേഖരിച്ച ധാരാളം സ്വഹാബിമാരിൽ 7ഓളം സ്വഹാബിമാർക്കാണ് നമ്മൾ മുക്സിറൂൻ എന്ന് പറയാം. മുക്സിറൂൻ അധികരിപ്പിച്ചവർ എന്ന് പറയാം. 1000 ചില്ലാനം ഹദീസുകൾ റിവായത്ത് ചെയ്ത ആളുകളെ, 1170ഓളം ഹദീസുകളെ മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു എന്നാണ് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നമ്മൾ പറഞ്ഞു സഈദ് ബിൻ മാലിക് ബിൻ സിനാൻ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാലിക് ബിൻ സിനാൻ എന്നായിരുന്നു. അബൂ സഈദ് എന്നുള്ളത് വിളിപ്പേരാൻ. പിന്നെ ഈ ഖുദരി എന്ന് പറയുന്നത് അത് ഗോത്രത്തിൻ്റെ പേരാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ്. ഖുദറ എന്ന് പറയുന്ന ഗോത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഖുദരി അല്ലെങ്കിൽ ഖുദരി എന്നും ചില പണ്ഡിതന്മാർ ആ പേരിനെ ദാലിന് ഫത്ഹ് ചെയ്തും ദാലിന് സുക്കൂൻ ചെയ്തും ഒക്കെ പറയപ്പെട്ടത് കാണാൻ കഴിയും. ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ മദീനയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ 10-12 വർഷം മുന്നേ അദ്ദേഹം ജനിച്ചു എന്നാണ്. അഥവാ നബി മദീനയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ്. ഭൂരിഭാഗം പണ്ഡിതന്മാരാണ് 10 വയസ്സാണ് നബി മദീനത്തേക്ക് വരുമ്പോൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിടാതെ പിന്തുടർന്ന സ്വഹാബിമാരിൽ ഒരാൾ, വാപ്പയും ഉപ്പയും അല്ലേ, ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവരാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീനിനെ കേൾക്കുകയും പഠിക്കുകയും ചെയ്തവരാൻ. ഉഹദ് യുദ്ധത്തിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് മരണപ്പെട്ടതുപോലെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവും ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ടവരാൻ. സഹാബത്തിൻ്റെ അല്ലെ 70ഓളം വരുന്ന 70 ചില്ലാനും വരുന്ന സഹാബികൾ ഉഹദിൻ്റെ താഴെ സ്വർഗം പുൽകിയവരാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. അവരുടെ വേർപാടിനെ ഓർക്കുമ്പോൾ സഹാബത്തിന് മനസ്സിൽ വല്ലാത്ത സങ്കടങ്ങളുണ്ടായിരുന്നു. ഉഹദ് കാണുമ്പോൾ തേങ്ങിക്കരിഞ്ഞ സ്വഹാബത്തിന് ആശ്വാസമായി റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഉഹദ് കണ്ട് കരയേണ്ടവരല്ല, ഉഹദിനെ കണ്ട് സങ്കടപ്പെടേണ്ടവരല്ല. ഉഹദ് എന്ന് പറയുന്നത് നമ്മെ ഇഷ്ടപ്പെടുന്നൊരു മലയാണ്, നാമും അതിനെ സ്നേഹിക്കണമെന്നാണ്. പിന്നീട് അതിൻ്റെ അരികത്തൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഈ നബിയുടെ ഈ വാക്കുകൾ വല്ലാത്ത ആവേശമായിരുന്നു. ഉഹദിൻ്റെ ചുവട്ടിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അതിൻ്റെ ചുവട്ടിലുണ്ടെങ്കിലും പിന്നീട് ആ കുടുംബത്തിൻ്റെ അത്താണിയായി മാറിയത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ്. ഉഹദിൽ വാപ്പാൻ്റെ കൂടെ യുദ്ധത്തിന് പോകാൻ ആഗ്രഹിച്ചിരുന്നു. അന്ന് 12-13 വയസ്സുണ്ടാവുള്ളൂ. നബിനോട് അനുവാദം ചോദിച്ചു, നബിയെ ഞാനുണ്ട് ഉഹദ് യുദ്ധത്തിൽ ഞാനും പങ്കെടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഖന്തക്ക് യുദ്ധം മുതൽ നബിയോടൊപ്പം 12ഓളം യുദ്ധങ്ങളിൽ സജീവനായിരുന്നു മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നബിയോടൊപ്പം ഉണ്ടായിരുന്ന യാത്രകളെയും യുദ്ധങ്ങളെയും നബി വർത്തമാനങ്ങളെ കേൾക്കാനുണ്ടായിരുന്ന ഇഷ്ടത്തെയും സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഭയങ്കര വിജ്ഞാനദാഹിയെന്നു, അറിവിനോട് ഭയങ്കര ദാഹം വെച്ച് പുലർത്തിയ ആൾ, ചെറുപ്പത്തിൽ തന്നെ നബിയുടെ സദസ്സുകളിൽ സ്ഥിരമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. മദീനയിലൊക്കെ പലപ്പോഴും പിൽക്കാലത്ത് ഫത്വകൾ നൽകിയിരുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കാണാം. മഹാപണ്ഡിത സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം നിലനിന്നിരുന്നുവെന്നാണ്. പിന്നീട് അല്ലേ ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ട്. വാപ്പ മരിച്ചുകൊണ്ട് തന്നെ യതീമായി വളർന്നതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം,
പല ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളിലും അദ്ദേഹം ക്ഷമയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ കേട്ട്, നബിയുടെ വാക്കുകൾ കേട്ട് അതേപോലെ അതനുസരിച്ച് ജീവിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നുവെന്നാണ്. ഒരു ജീവിതത്തിലൊരു ചരിത്രം പറയുകയാണെങ്കിൽ, ഉമ്മ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അബൂ സഈദിനോട്. കാരണം വീട്ടിൽ ദാരിദ്ര്യമാണ്, പ്രശ്നമാണ്, അന്നത്തേക്കുള്ള ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥകൾ എന്നാണ് ചില മുഹദ്ദിസുകൾ അതിനെ വിശദീകരിക്കുന്നത്. നബിയോട് വല്ല സഹായവും കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാൻ. അവിടെ അബൂ സഈദിൻ്റെ മുഖം കണ്ടപ്പോൾ അബൂ സഈദ് ചോദിക്കാൻ വേണ്ടി തുനിയാൻ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ചില കാര്യങ്ങൾ സ്വഹാബത്തിന് ഉണർത്താൻ നബി അവിടെ ഒരു ഹദീസ് പറഞ്ഞു. മൻ യസ്തഅഫിഫ്, ആരെങ്കിലും ഉള്ളതിൽ വിശുദ്ധി കൈവരിച്ച് ജീവിക്കുകയാണെങ്കിൽ യുഇഫുഹുല്ലാഹ്, അള്ളാഹു അയാൾക്ക് വിശുദ്ധി നൽകുമെന്നാണ്. ആരോട് യാചന നടത്താതെ, ചോദിച്ച് വാങ്ങാതെ, ഉള്ളതുകൊണ്ട് കഴിയണ പോലെ അള്ളാഹിനോടും ചോദിച്ച് ജീവിക്കുക. അള്ളാഹിനോട് ചോദിക്കുക, തൻ്റെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയുക, അള്ളാഹിനോട് ചോദിക്കുക. അങ്ങനെ ഒരാൾ ജീവിക്കാൻ. ഒമൻ യസ്തഗ്നി യുഗ്നിഹിമുല്ലാഹ്, ആരെങ്കിലും ഉള്ളതിൽ ധന്യത തോന്നി ധന്യത അള്ളാഹിനോട് ചോദിച്ചിട്ട് തൻ്റെ ധന്യതയിൽ ഉള്ള കാര്യത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാണോ അള്ളാഹു ധന്യത നൽകുമെന്നാണ്. ഒമൻ യസ്ബിർ, ആരെങ്കിലും ക്ഷമിക്കുകയാണെങ്കിൽ യുസബ്ബിറുഹുല്ലാഹ്, അള്ളാഹു ക്ഷമിക്കാനുള്ള പാകം നൽകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ മിമ്പറിൽ വെച്ച് പറഞ്ഞപ്പോൾ ചോദിക്കാൻ പോയ കാര്യം വിഴുങ്ങി. അദ്ദേഹം പറയാൻ തുനിഞ്ഞില്ല, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു. അള്ളാഹുവിനോട് പറഞ്ഞു, തൻ്റെ പ്രശ്നങ്ങളും കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തിരികെ മടങ്ങിപ്പോന്നു എന്നാണ്. പക്ഷേ പിന്നീട് കാണാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ഐശ്വര്യവും അള്ളാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിച്ചതുപോലെ ജീവിതത്തിലേക്ക് വരുന്ന ബർക്കത്തും ഹൈറുകളെയും സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വലിയ സമ്പന്നരുടെ ഇടയിൽ അബൂ സഈദ് അൽ ഖുദരിയെ എണ്ണിയതും ചരിത്രത്തിലെ വലിയ വർത്തമാനങ്ങളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കാണാതെ ഇത് പറയില്ല. അള്ളാഹുവിൽ നിന്നുള്ള ഹൈറിനെ ആ സഹോദരന് ലഭിക്കട്ടെ എന്നുള്ള നിലക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അത് വെച്ച് പറഞ്ഞത് എന്നും ചില മുഹദ്ദിസുകൾ ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് കാണാം. ഏതായാലും അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഹിജ്റ 74-ാമത്തെ വർഷം മരണപ്പെട്ടുവെന്നാണ്. അന്ന് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 86 84 എന്ന് ചില പണ്ഡിതർ, കാരണം നമ്മൾ 10 വയസ്സ് എന്നും പറഞ്ഞു, ചില പണ്ഡിതർ 12 വയസ്സ് എന്നും പറഞ്ഞു നബി ഇങ്ങോട്ട് മദീനയിലേക്ക് വന്ന സമയത്ത്. അതുകൊണ്ടാണ് ചില പണ്ഡിതർ പറഞ്ഞ 86 ചില പണ്ഡിതർ 84. ഏതായാലും അദ്ദേഹത്തെ ബഖീഇലേക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആയിഷ റളിയല്ലാഹു അൻഹയും ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവും എല്ലാം മറമാടപ്പെട്ട ബഖീഉൽ ഖർഖദിൽ അവിടെ മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയും ഖബർ കുഴിക്കപ്പെട്ടു. അദ്ദേഹം അവിടെ മറമാടപ്പെട്ടു എന്നാണ്. ജീവിതത്തിലെ വളരെ സംഭവബഹുലമായ ഒരുപാട് സംഭവങ്ങൾ അബൂ സഈദിൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മൾ തൽക്കാലം ചുരുക്കി പറഞ്ഞു വന്നാണ് റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. ഇനി അദ്ദേഹം പറഞ്ഞ ഈ ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്ന എപ്പോഴാണ്? സുബഹിക്കേശമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു വ്യാഴാഴ്ച രാത്രി മുതൽ. ഇമാം നവവിയൊക്കെ അതാണ് തീർച്ചപ്പെടുത്തിയത്. വ്യാഴാഴ്ച മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് ശേഷം മുതൽ, മഗ്രിബ് മുതൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച മഗ്രിബ് വരെ ഒരാൾക്ക് ഇത് പാരായണം ചെയ്യാന്നാണ്. അതിൽ ഏറ്റവും നല്ലത് അയാൾ ജുമക്ക് പോണതിൻ്റെ മുമ്പ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യട്ടെ എന്നുള്ള നിലക്കാൻ. ഏതായാലും ഇനി ജുമക്ക് മുമ്പ് ഓതാൻ പറ്റാത്തവൻ ജുമ കഴിഞ്ഞിട്ട് ഓതാം. വെള്ളിയാഴ്ച മഗ്രിബ് വരെ സമയമുണ്ട്, അത് ഓതാമെന്നാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വെള്ളിയാഴ്ച വിശദീകരിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ഒരു വലിയ കാര്യമാണ്. 2 ജുമകൾക്കിടയിൽ ഉള്ള ഒരു പ്രകാശം അല്ലാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്യാൻ. അല്ലെ, മാ ബൈനൽ ജുമഅത്തൈൻ അബാ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമഅത്തൈൻ. 2 ജുമകൾക്കിടയിൽ അയാളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം കൊടുക്കും. എന്ത് പ്രകാശം എന്ന് പറഞ്ഞാൽ അയാളെപ്പോഴും ഇങ്ങനെ അയാളുടെ പിന്നിലെപ്പോഴും ഒരു വെളിച്ചമുണ്ടാവും എന്നാണോ മുഹദ്ദിസുകൾ അതിനെ വ്യാഖ്യാനിച്ചത് കാണാം, വിശദീകരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളെ സ്വഹാബത്ത് മനസ്സിലാക്കിയത് കാണാം. ഒരു വെളിച്ചമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു ഹിദായത്തിൽ അദ്ദേഹം നിലകൊള്ളുമെന്നാണ് ഒരു വിശദീകരണം. കാരണം നല്ലത് കാണാനും ഹറാമ് കണ്ട് അതിൽ നിന്ന് അകലാനും ഹലാലുകൾ കണ്ട് അതിനെ പുൽകാനും, അല്ലേ, ഖൈറും ഷർറും മനസ്സിലാക്കാനും ഹക്കും ബാത്തിലും തിരിച്ചറിയാനുമുള്ള പാകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശുദ്ധി അയാൾക്ക് നൽകും ഇഹലോക ജീവിതത്തിൽ എന്നാണ്. അത് ഇഹലോക ജീവിതത്തിലുള്ള ഖൈറുകൾ കുറേ ഉണ്ടാവും എന്നർത്ഥം. ഇനി നന്മകൾ ചെയ്യാനുള്ള കുറേ അവസരങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. അതിനുള്ള തോന്നലുകൾ ഉണ്ടാവും എന്നർത്ഥം. 2ാമത്തെ വിശദീകരണം, ഇത് പരലോകത്ത് അയാൾക്ക് ഒരു വെളിച്ചമായി നിലകൊള്ളുമെന്നാണ്. പരലോകത്തിൻ്റെ ഇരുട്ടിൽ, അതിൻ്റെ പ്രയാസങ്ങളിൽ താങ്ങും തണലുമായി അദ്ദേഹത്തിനൊരു പ്രകാശമായി ഒരു വെളിച്ചമായി ഈ പാരായണം നിലകൊള്ളുമെന്നുള്ളതാണ്. പിന്നെ ചില വിശദീകരണങ്ങളിൽ കാണാം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, ആ ഒരു ബർക്കത്ത്, ആ ഒരു വിശുദ്ധ ഖുർആനിലെ സൂറത്തിൻ്റെ ഒരു ബർക്കത്തും അതിൻ്റെ ഒരു നന്മയും അയാളുടെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ സംസ്കരിക്കപ്പെടുന്ന രൂപത്തിൽ നിലകൊള്ളുമെന്നെല്ലാം അതിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടതാണ്. ഏതായാലും അത് ഇഹത്തിലും പരത്തിലും ഒരു അനുഗ്രഹമായി നിലനിൽക്കുമെന്നാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. 2 ജുമകൾക്കിടയിലുള്ള സമയം എന്ന് പറയുമ്പോൾ ഈ ജുമ കഴിഞ്ഞ് അടുത്ത ജുമ വരെ നോക്കി നിങ്ങൾ, ഇതിങ്ങനെ എല്ലാ ജുമകളിലും അയാൾ അതിനെ പാരായണം ചെയ്യുകയാണെങ്കിൽ അയാൾ അനുഗ്രഹപൂർണനാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. ആ പ്രകാശത്തിൽ അയാൾ നിലകൊള്ളുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഹഫിള, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയാൽ ഉസിമ മിന ദജ്ജാൽ, ദജ്ജാലിൽ നിന്ന് അയാൾ രക്ഷ പ്രാപിച്ചു എന്നാൻ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അയാൾക്ക് രക്ഷയുണ്ട് എന്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല ജീവിതത്തിലൊരു സക്കീനത്ത്, ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും അയാൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെന്നാൻ നേരത്തെ പറഞ്ഞു. ഇത് അബൂ സഈദ് ഖുദരി പറഞ്ഞ വാക്കാണ്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅ അബാ ലഹു ബിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ എന്ന് പറഞ്ഞത് അബൂ സഈദ് പറഞ്ഞതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് അബൂ സഈദ് അത് പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ആ ഒരു ഹദീസ് എന്നും ഒരു സ്വഹീഹായ ഹദീസായി പണ്ഡിതന്മാർ എന്നും അതിനെ വിശദീകരിച്ചു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദജ്ജാലിൻ്റെ കപടമായ അത്ഭുതങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ ഒരിക്കലും ഒരാൾ വഴങ്ങാത്ത വിധം അയാളുടെ മനസ്സിൽ ഈമാൻ നിറയണമെങ്കിൽ സൂറത്തുൽ കഹ്ഫിൻ്റെ പൊരുൾ അയാൾ മനസ്സിലാക്കണമെന്നാണ്. അതിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഈമാനിൻ്റെ ശക്തിയെ സംബന്ധിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അതിശക്തമായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഖദർ അലൈഹി സ്വലാമിൻ്റെയും ചരിത്രം അള്ളാഹു അതിൽ വിശദീകരിക്കുന്നുണ്ട്. ദുൽഖർനൈനിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പ്രതിപാദനങ്ങളുണ്ട്. ഇതിലൂടെ ആ ആയത്തുകളിലൂടെ ഒരാൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അയാളുടെ മനസ്സ് വിമലീകരിക്കപ്പെടുകയാണ്, അയാളുടെ മനസ്സിൽ ഈമാൻ നിറയുകയാണ്, എല്ലാവിധ ഫിത്നകളിലും ഖൈർ ഏത് ഷർറ് എന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് പാകപ്പെടുകയാണ്, ആ ഒരു നന്മ അയാളിൻ്റെ പ്രകാശം അയാളിൽ ചൊരിയപ്പെടുകയാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സൂറത്തുൽ കഹ്ഫിനെ പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. ഈ ഒരു രാവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസിനാൽ ധന്യമായിരിക്കുന്നു. ഇനി ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം 14ാമത്തെ ഒരു മുഹദ്ദിസിനെയും ഒരു ഹദീസ് ഗ്രന്ഥത്തെയും ഒരു സ്വഹാബിയെയും ഒരു ഹദീസിനെയും നമുക്ക് കാതോർക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ.